നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 നോർവേയോട് നാണം കെട്ട് തോറ്റതിന് പിന്നാലെ ബ്രസീൽ ടീം പിരിച്ചുവിട്ടിരിക്കുന്നു. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അതായത് താരങ്ങൾക്ക് ഇനി ബ്രസീലിയൻ ഡെലിഗേഷനോടൊപ്പം തന്നെ ട്രാവൽ ചെയ്യണമെന്നില്ല, നാട്ടിലേക്ക് ഡെലിഗേഷനോടൊപ്പം മടങ്ങണമെന്നില്ല. വേണമെങ്കിൽ ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് കളി കഴിഞ്ഞ പാടെ നാട്ടിലേക്ക് പോകണമെങ്കിൽ പോവാം, യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ പോവാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഈ കാര്യം ഇപ്പോൾ ബ്രസീൽ മാധ്യമം ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CBF ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രസീലിയൻ നാഷണൽ ടീം ഈസ് റിലീസ്ഡ് ആഫ്റ്റർ എലിമിനേഷൻ ബൈ നോർവേ ഇൻ ദി കപ്പ് ആൻഡ് റിട്ടേൺസ് ടു ബ്രസീൽ ഓൺ ട്യൂസ്ഡേ ഓൺ എ ഫ്ലൈറ്റ് ചാർട്ടേഡ് ബൈ ദി CBF. അതായത് ബ്രസീൽ ടീം ഇതാ നാട്ടിലേക്ക് ഇന്ന് തന്നെ മടങ്ങും എന്നർത്ഥം. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നല്ല, നാളെ, ചൊവ്വാഴ്ച നാളെ മടങ്ങും എന്നാണ്. CBF ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നാട്ടിലേക്ക് മടങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്ലെയേഴ്സ് ആ ബ്രസീലിയൻ ടീമിൻ്റെ ഡെലിഗേഷനോടൊപ്പം തന്നെ യാത്ര ചെയ്തോളണമെന്നില്ല. ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്നില്ല. ദോസ് ഹൂ വിഷ് ക്യാൻ ഹെഡ് സ്ട്രൈറ്റ് ടു ഹോം. അല്ല, നേരെ നാട്ടിലേക്ക് മടങ്ങണം എന്നുള്ളവർക്കാണെങ്കിൽ നേരെ നാട്ടിലേക്ക് പോകാം. അതല്ല, ഇനി നേരെ ബ്രസീലിലേക്ക് ഇപ്പോൾ തന്നെ ബ്രസീലിലേക്ക് മടങ്ങിയിട്ട് അവിടെ ഇപ്പം ബ്രസീലിയറോ സിരിയെ തുടരുന്നുണ്ട്. അപ്പം ആ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇനി ബ്രസീലിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് പോകാതെ നേരെ മറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക്, യൂറോപ്പിലേക്കോ മറ്റെവിടേക്കെങ്കിലോ പോകണമെങ്കിൽ അങ്ങനെയും പോകാം. അതായത് ടു അതർ ഡെസ്റ്റിനേഷൻ സച്ച് ആസ് യൂറോപ്പ് ഫോർ ദി മെജോറിറ്റി ഓഫ് ദി സമ്മൺഡ് അത്ലറ്റ്സ്. അതായത് അധികം താരങ്ങളും യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എവിടെയാണോ ക്ലബ്ബുള്ളത്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെക്കേഷനോ എന്ത് വേണമെങ്കിലും പോകാം. ഈ ഡെലിഗേഷനോട് കൂടി ഇനി യാത്ര ചെയ്യേണ്ടതില്ല. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡ് പിരിച്ചുവിട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.